ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ തള്ളാനോ കൊള്ളാനോ ആകാത്ത വിധം കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. വിമർശനങ്ങൾക്ക് നേതൃത്വത്തിന് കൃത്യമായ മറുപടി ഇല്ലാത്തത് BJP ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന വിലയിരുത്തൽ കൂടി വരുന്നു. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. ദിസ്ന, കെ മുരളീധരൻ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമായുള്ള ബന്ധം തുറന്ന് സമ്മതിച്ചതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതൃത്വം എന്നത് മാത്രമല്ല, ഇതിന് മറുപടി പറയാൻ പോലും ആരും പിന്നീട് തയ്യാറാകുന്നില്ല എന്നതുകൂടിയാണ്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ കൂടിയും അത് പറയാറുണ്ട്. ആ ഒരു പ്രസ്താവനയെ ശരിവെക്കുന്നതായിരുന്നു ഇന്നലെ മുരളീധരൻ നടത്തിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു പിന്തുണ തനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. VD സതീശൻ അടക്കമുള്ളവരോട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ അതായത് ഇടതുപക്ഷത്തിനും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഒരു പിന്തുണ ലഭ്യമായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ ഈ SDPI അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തനിക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന് അടക്കമുള്ള സംഘടനകൾക്ക് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണയും വോട്ടും ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ മലബാർ കേന്ദ്രീകരിച്ച് ഭൂരിഭാഗം ആളുകളുടെ വോട്ട്, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടുന്നതിന് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താറുണ്ട് ഇടതു വലതുപക്ഷമാകട്ടെ. നമ്മളത് തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെയും കണ്ടതാണ്. അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വോട്ട് നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ മുരളീധരന്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് നേതൃത്വത്തെ കുറച്ചുകൂടി കുടുക്കിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പിന്തുണ സ്വാഭാവികമാണ്. കൂടാതെ തന്നെ അതായത് വലതുപക്ഷമാകട്ടെ ഇടതുപക്ഷമാകട്ടെ ആരു തന്നെയായാലും ഇത്തരത്തിലുള്ള പിന്തുണ തേടാറുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തിരഞ്ഞെടുപ്പിന്റെ ചരിത്രവും പശ്ചാത്തലം ഒക്കെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ SDPI ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം പാലക്കാട് നടന്ന അട്ടിമറി വിജയത്തിലൊക്കെ തന്നെയും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ളതാണ് അനു. മാത്രമല്ല ദിസ്ന, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ കേരളത്തിന് പുറത്ത് ഇടതു മുന്നണിക്ക് കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ തുറന്നു പറയുമ്പോൾ ഇടതു നേതാക്കൾ കൂടി അതിന് മറുപടി പറയേണ്ടി വരില്ലേ സ്വാഭാവികമായും? തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. SDPI ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞതാണ് തങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പാലക്കാട് പിന്തുണ നൽകിയിരുന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് പ്രത്യക്ഷത്തിൽ പറയുവാൻ അവർ ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നീട് ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്ന് വ്യക്തമാക്കണം എന്നൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അത്തരത്തിൽ കോൺഗ്രസിന് ഉൾപ്പെടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയിരുന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയിലേക്ക് തന്നെയാണ് മുരളീധരൻ കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവർക്ക് ലഭ്യമാകുന്നു എന്നത് തന്നെ ഏറെ ശ്രദ്ധേയമായി പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ MEG7 ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ കേന്ദ്രീകരിച്ച് വോട്ടുകൾ തങ്ങളുടെ കുടക്കീഴിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ മതന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ ഒക്കെ തന്നെയും എതിർദിശയിലാക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അവിടെ മതത്തിൻ്റെതായ വേർതിരിവുകളും പിന്തുണയും ഉണ്ടാവുന്നു. ഇതൊക്കെ തന്നെയും ഏറെ ചർച്ച
ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ ഈ രാഷ്ട്രീയത്തിൽ മതപ്രീണനം കൊണ്ടുവന്ന അത്തരത്തിൽ വോട്ടുകൾ നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇടതു വലതു പക്ഷങ്ങൾ കടന്നിരിക്കുന്നത്. അതിന് അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് ഈ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇത് സംബന്ധിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് തങ്ങൾ മാത്രമല്ല ഇടത് മുന്നണിയും അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയ കക്ഷികളും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവരെ ആശ്രയിച്ചിരുന്നു, അത്തരത്തിലാണ് വിജയം കൈവരിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കുന്നത്. ശരി ദിസ്ന.